തിരക്കഥാകൃത്തിനുമായി നൽകുന്ന 2 പുരസ്കാരങ്ങളാണ് ഇനി. പ്രശസ്ത സംവിധായകനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ ശ്രീ ടി.കെ. രാജീവ് കുമാർ അധ്യക്ഷനും ഛായാഗ്രാഹകൻ ശ്രീ എസ്. കുമാർ, നിരൂപകൻ ശ്രീ വിജയകൃഷ്ണനും അംഗങ്ങളായ ജൂറിയാണ് ഈ വിഭാഗത്തിലെ ജേതാവിനെ നിർണയിച്ചിരിക്കുന്നത്. ഇത്തവണ ഇവ രണ്ടും നേടിയിരിക്കുന്നത് ഫെമിനിറ്റി ഫാത്തിമ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ഫാസിൽ മുഹമ്മദാണ്. ആ യുവ ചലച്ചിത്ര പ്രതിഭയെ കൂടുതൽ അറിയാനായി അദ്ദേഹത്തിന്റെ ഒരു AV നമ്മൾ കാണാൻ പോകുന്നു. ടു ദി AV പ്ലീസ്. ജനിച്ച് ഇരിങ്ങാലക്കുടയിൽ പഠിച്ച് മലയാള ചലച്ചിത്രവേദി ചിത്ര സന്നിവേശകനായി കടന്നു വന്നയാളാണ് ഫാസിൽ മുഹമ്മദ്. 15ഓളം സിനിമകൾക്ക് സ്പോട്ട് എഡിറ്ററായി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫാസിൽ തന്റെ ആദ്യ ഹ്രസ്വചിത്രം സംവിധാനം ചെയ്യുന്നത്. 2022 ഖബർ എന്ന ഹ്രസ്വചിത്രം ചില ബഹുമതികൾ നേടി ശ്രദ്ധിക്കപ്പെട്ടു. ട്യൂഷൻ വീട് പരമ്പര യൂട്യൂബിൽ വൈറലായി. അവിടെ നിന്നാണ് മുസ്ലിം ജീവിത പരിസരത്ത് നിന്നുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ഉൾപ്പെടുത്തി ഫെമിനിറ്റി ഫാത്തിമ എന്ന സിനിമയ്ക്ക് ജന്മം കൊടുക്കുന്നത്. കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ്, നെറ്റ്പാക് പുരസ്കാരം, പ്രേക്ഷക പുരസ്കാരം എന്നിവ നേടിയ ചിത്രത്തിനും സംവിധായകനും തുടർന്നും ബഹുമതികൾ തേടിയെത്തി. മികച്ച ചിത്രത്തിനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ ചിത്രം, മികച്ച സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നിവയ്ക്കുള്ള 34ാമത് പത്മരാജൻ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഐക്യകണ്ഠേനയാണ്. ആദ്യ കഥാചിത്രത്തിലൂടെ തന്നെ ഈ ബഹുമതികൾ നേടിയ ഫാസിൽ മുഹമ്മദിന് ഈ പത്മരാജൻ ട്രസ്റ്റിന്റെ ആശംസകൾ. പുരസ്കാരങ്ങൾ ഇതിനോടകം ഫെമിനിറ്റി ഫാത്തിമ എന്ന സിനിമ നേടിയിട്ടുണ്ട്. പി പത്മരാജന്റെ പേരിലുള്ള ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ഫാസിൽ മുഹമ്മദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 2 വിഭാഗത്തിലും കൂടി 40,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ശ്രീ ഫാസിൽ, ഇന്ത്യയുടെ അനന്തവിഹായസിൽ മലയാളികളുടെ ജീവിതവുമായി പറക്കുന്ന വ്യോമപക്ഷികളുടെ ചിറകുകളിൽ കഥകളുടെ ഒരു മഹാപ്രപഞ്ചം ചിത്രങ്ങളിലൂടെ വിനിമയം ചെയ്യുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് കഥകളുടെ രാജകുമാരനായിരുന്ന പത്മരാജന്റെ പേരിലുള്ള പുരസ്കാരങ്ങളുമായി കൈകോർക്കുന്നത് 3 വർഷങ്ങൾക്ക് മുൻപാണ്. ഈ പുതുമുഖ എഴുത്തുകാരന്റെയോ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെയോ ആദ്യ സുപ്രധാന നോവലിന് പത്മരാജൻ പുരസ്കാരങ്ങൾക്കൊപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ് ഏർപ്പെടുത്തിയ അവാർഡ്, എയർ ഇന്ത്യ എക്സ്പ്രസ് ടെയിൽസ് ഓഫ് ഇന്ത്യ എന്ന അർത്ഥവത്തായ അവാർഡും ഇന്ന് നൽകുന്നുണ്ട്. സോ ആദ്യ നോവലിലൂടെ ഈ ഒരു ബഹുമതി നേടുന്നത്